സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ സംയമനം പാലിക്കുവാൻ കഴിയാത്തതാണ് നമ്മുടെയൊക്കെ പ്രധാന പ്രശ്നം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ എങ്ങനെ നേരിടാം എന്ന് ചിന്തിക്കുന്നത് ഏറെ പ്രയോജനം ചെയ്യും, ഇല്ലേ? നാം എല്ലാം ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളെ എപ്പോഴും അഭിമുഖീകരിക്കാറുണ്ട്. പ്രതിസന്ധി എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും ആകെ തകർന്നു പോകുന്നത് കാണാറുണ്ടല്ലോ. എന്നാൽ ഏതൊരു പ്രതിസന്ധിയെയും ഒന്ന് വിശകലനം ചെയ്യുന്നത് ഏറെ നല്ലതാണ്. എന്ന് പറഞ്ഞാൽ, ഒരു തീരുമാനമെടുക്കേണ്ട സന്ദർഭം വരുമ്പോൾ സകല നിയന്ത്രണവും വിട്ട് പ്രതികരിക്കാതെ സാഹചര്യത്തെ ശാന്തമായി വിലയിരുത്തുക. പ്രധാനമായും 3 വിധത്തിലുള്ള പ്രതിസന്ധികളെ ആകുന്നു നാം നേരിടാറുള്ളത് എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. ഒന്നാമത്, നമുക്ക് രക്ഷപ്പെടുവാനുള്ള വഴിയുണ്ട്, നമുക്ക് രക്ഷപ്പെടുവാനുള്ള കഴിവുമുണ്ട്. എന്നാൽ അന്നേരം ഒരു പ്രതിസന്ധിയായിരിക്കുന്നു. രണ്ടാമതായി, നമുക്ക് രക്ഷപ്പെടുവാനുള്ള കഴിവുമില്ല, വഴിയുമില്ല, തുറക്കാൻ നമുക്കൊട്ട് സാധിക്കുന്നുമില്ലാത്ത അവസ്ഥ. ഇനി മൂന്നാമത് ഒരു പ്രതിസന്ധിയുണ്ട്. നമുക്ക് രക്ഷപ്പെടുവാൻ നല്ല കഴിവുണ്ട്, എന്നാൽ അതിനുള്ള വഴി തിരഞ്ഞെടുക്കുക പ്രയാസമാണ്. രക്ഷപ്പെടുവാൻ കഴിയും വേണമെങ്കിൽ, പക്ഷേ അതിനുള്ള വഴി വളരെ അപകടം നിറഞ്ഞതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മൂന്നാമത് പറഞ്ഞതാണ് എല്ലാവർക്കും ഏറെ പ്രയാസമുണ്ടാക്കുന്നത്. ഞാനൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്നവർക്കത് ദോഷമായി തീരാവുന്ന സ്ഥിതി. സങ്കീർത്തനങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ 3-ാം സങ്കീർത്തനം ദാവീദ് രചിക്കുമ്പോൾ അവൻ ഞാനിപ്പോൾ പറഞ്ഞതുപോലെയുള്ളൊരവസ്ഥയിലായിരുന്നു. താൻ സ്നേഹിച്ച തൻ്റെ മകൻ അബ്ശാലോം തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന അവസ്ഥ. വേറെ ആരായിരുന്നെങ്കിലും തൻ്റെ സൈന്യത്തെ അയച്ച് അവരെ തോൽപ്പിക്കാമായിരുന്നു. എന്നാൽ ഇതങ്ങനല്ലല്ലോ. ഇതിപ്പോൾ തൻ്റെ കുടുംബം തന്നെ 2 ചേരിയിലായി കഴിഞ്ഞു. തൻ്റെ രാജ്യം മുഴുവൻ വിഘടിച്ചു കഴിഞ്ഞു. സകലരും ഏതെങ്കിലും ഒരു ഭാഗം ചേരുവാൻ നിർബന്ധിതരാകുന്നു. അടക്കി വാണവൻ അടിഞ്ഞുകൂടി എന്ന് പറയുന്നതായിരിക്കും ശരി. എന്നാൽ ഈ അവസ്ഥയിലും ദാവീദിൻ്റെ ദൈവത്തിലുള്ള ആശ്രയം അവനെ ശക്തിപ്പെടുത്തി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതാകുന്നു 3-ാം സങ്കീർത്തനം. ഏറെ നമ്മെ ധൈര്യപ്പെടുത്തുന്ന, ജീവിതത്തിലെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനുള്ള വഴികൾ പറഞ്ഞു തരുന്ന ദാവീദിൻ്റെ അനുഭവത്തിൽ നിന്നുള്ള 3-ാം സങ്കീർത്തനം എടുത്താട്ടെ, നമുക്ക് അതൊരുമിച്ച് ചിന്തിക്കാം. 3-ാം സങ്കീർത്തനം. മൂന്ന് മുതൽ 7 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഒന്നിച്ചു പോകുന്നവയാണ്. മശിഹായെക്കുറിച്ചുള്ള 2 സങ്കീർത്തനങ്ങളുടെ ഇടത്തളമാണ് ഇതെന്ന് പറയാം. 2-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ അഭിഷിക്തൻ ത്യജിക്കപ്പെടുന്നതിൻ്റെ പ്രവചനവും, 8-ാം സങ്കീർത്തനത്തിൽ മനുഷ്യനെന്ന നിലയിൽ അവൻ്റെ അന്തിമമായ വിജയവുമാണ് കാണുന്നത്. മശിഹായെ സംബന്ധിച്ചുള്ള ഈ 2 സങ്കീർത്തനങ്ങൾക്കും ഇടയിൽ അതിനെ ഒരുമിച്ച് നിർത്തിയിരിക്കുന്ന ഒരു പശയാണ് ഈ 3 മുതൽ 7 വരെയുള്ള സങ്കീർത്തനങ്ങൾ. ഭൂമിയിൽ മശിഹായുടെ അസാന്നിധ്യകാലത്ത് ഇസ്രായേലിൻ്റെ ശേഷിപ്പിനെക്കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിൽ മുഖ്യമായും വിവരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവ് മഹാപീഡനകാലം എന്ന് പറഞ്ഞിരിക്കുന്ന കാലത്തെ ഇവിടെ വിവരിക്കുന്നു. ഈ 5 സങ്കീർത്തനങ്ങളിൽ ഇസ്രായേലിൻ്റെ കഷ്ടത, ദുഃഖങ്ങൾ, കുഴപ്പങ്ങൾ, പ്രശ്നങ്ങൾ, പാപങ്ങൾ എന്നിവയുടെ രേഖ നമുക്ക് ലഭിക്കുന്നു. അവർക്ക് ദൈവത്തിലും ദൈവവചനങ്ങളിലും ഉള്ള വിശ്വാസവും വിടുതലിനു വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥനകളും ഇവിടെ നാം കാണുന്നു. ദുഃഖങ്ങളും പ്രയാസങ്ങളും ഏത് കാലത്തും ജീവിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ദൈവമക്കൾക്കും പങ്കുവെക്കേണ്ടതായി വന്നിട്ടുള്ളതാണ്. ഈ സങ്കീർത്തനങ്ങളിൽ നൽകിയിരിക്കുന്ന ആശ്വാസം എല്ലാ ദൈവമക്കൾക്കുമുള്ള ആശ്വാസമാണ്. ഈ സങ്കീർത്തനങ്ങളെ 3 വിധത്തിൽ നമുക്ക് കാണുവാൻ കഴിയും.
ഇതിൻ്റെ പ്രഥമമായ വ്യാഖ്യാനം ദാവീദിൻ്റെ വ്യക്തിപരമായ അനുഭവത്തെ സംബന്ധിക്കുന്നവയാണ്. പിന്നീട് ഇതിന് നേരിട്ട് മഹാപീഡന കാലത്ത് ദൈവത്തിൻ്റെ ശേഷിപ്പായ ഇസ്രായേൽ ജനത്തോട് ബന്ധമുണ്ട്. മൂന്നാമതായി, ലോകചരിത്രത്തിൻ്റെ ഏത് കാലത്തും എവിടെയും ഉള്ള ദൈവജനത്തെ സംബന്ധിക്കുന്ന കാര്യവുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വിധമായ കാഴ്ചപ്പാടോടെ ഈ സങ്കീർത്തനങ്ങളെ നാം കാണുമെങ്കിൽ അവ നമുക്ക് കൂടുതൽ അർത്ഥവത്തായി തീരാവുന്നതത്രേ. മൂന്നാം സങ്കീർത്തനം ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാകുന്നു എന്ന് ഇതിൻ്റെ ശീർഷകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഇതിൻ്റെ ചരിത്ര സംഭവം ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 15 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. ശീർഷകത്തിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഉള്ളടക്കം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. തൻ്റെ മകനായ അബ്ശാലോം തനിക്കെതിരായി തീരുകയും ദാവീദിന് യെരുശലേമിൽ നിന്ന് ഓടിപ്പോകേണ്ടി വരികയും ചെയ്തതായ അവസ്ഥ. അപ്പോൾ ദാവീദിൻ്റെ ഹൃദയത്തിൽ എപ്രകാരത്തിലുള്ള ഒരു ചിന്തയാണ് ഉണ്ടായിരുന്നത് എന്ന് ഈ സങ്കീർത്തനം പറയുന്നു. ദാവീദിൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ സങ്കീർത്തനം. അവൻ ഒരു പ്രയാസഘട്ടത്തിലായിരുന്നു. തൻ്റെ സ്വന്തം നഗരമായ, അതെ, ദാവീദിൻ്റെ നഗരം എന്ന് പേരുണ്ടായിരുന്ന യെരുശലേമിൽ നിന്നും അവൻ പുറന്തള്ളപ്പെട്ടവനും ആർക്കും വേണ്ടാത്തവനുമായി തീർന്നിരിക്കുന്നു. താൻ ഭരിച്ചിരുന്ന ജനങ്ങളിൽ നിന്ന് അവൻ ഓടിപ്പോകേണ്ടി വന്നു. അവൻ്റെ മകനായ അബ്ശാലോം അവനോട് എതിർക്കുകയും അവൻ്റെ ജീവൻ അപഹരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. തൻ്റെ പിതാവിനെ കൊന്നുകളയുകയായിരുന്നു വാസ്തവത്തിൽ അബ്ശാലോമിൻ്റെ ഉദ്ദേശം. ഈ ഹൃദയഭേദകമായ അനുഭവത്തിൽ നമ്മുടെ ഹൃദയവും ദാവീദിനോട് ചേരുകയേ നിർവാഹമുള്ളൂ. നാം അവനോട് സഹതപിക്കും. നാം ഇവിടെ ദാവീദിൻ്റെ ഈ അവസ്ഥ വാസ്തവത്തിൽ ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കും. ദാവീദ് ഓടിപ്പോകുമ്പോൾ അവനെ ശപിച്ചുകൊണ്ട് അവൻ്റെ ശത്രു വഴിയരികെ നിന്നു. തൻ്റെ ശക്തന്മാരിൽ ഒരാളായ അബീശായി അവനോട്, ഞാൻ അവൻ്റെ നേരെ ഒരു കുന്തം പായിക്കട്ടെ എന്ന് പറഞ്ഞു. വേണ്ട എന്നാണ് ദാവീദ് പറഞ്ഞത്. തൻ്റെ പാപങ്ങൾക്ക് ദൈവം അവനെ ശിക്ഷിക്കുമെന്ന് നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞിരുന്നു. 2 ശമൂവേൽ 12-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാഥാൻ ദാവീദിനോട് ഇപ്രകാരം പറഞ്ഞു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാണെ ഞാൻ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കണം? കാരണം ദാവീദ് വലിയ പാപം ചെയ്തു. അതിൽ നിന്ന് തെറ്റിയൊഴിയുവാൻ അവന് കഴിയുമായിരുന്നില്ല. ദൈവം ദാവീദിനോട് തൻ്റെ കൃപ പ്രകാരം ക്ഷമിക്കുകയും അവനെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അവൻ്റെ പാപത്തിൻ്റെ ഫലം അവൻ കൊയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. തൻ്റെ മകൻ്റെ ശത്രുതയിൽ കൂടിയാണ് അവൻ അത് അനുഭവിക്കേണ്ടതായി വന്നത്. ദാവീദിന് എല്ലാ വശത്തു നിന്നും ശത്രുക്കൾ വർദ്ധിച്ചു വന്നതായും ഇസ്രായേൽ ജനത്തിൻ്റെ ഹൃദയം അബ്ശാലോമിനെ പിന്തുടർന്നതായും നാം കാണുന്നു. തിരുവചനം ഇപ്രകാരം പറയുന്നു, ഇസ്രായേല്യരുടെ ഹൃദയം അബ്ശാലോമിനോട് യോജിച്ചുപോയി എന്ന്. അബ്ശാലോം വളരെ ആകർഷണീയനായ യുവാവായിരുന്നു. വളരെ നല്ല കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുവാൻ കഴിവുള്ള നല്ല ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു അബ്ശാലോം. അബ്ശാലോമിൻ്റെ എതിർപ്പിൻ്റെ സമയം ദാവീദിനെതിരായി മറ്റു പലരും മുമ്പോട്ട് വന്നതായി നാം കാണുന്നുണ്ട്. നഗ്നപാതനായി കരഞ്ഞുകൊണ്ട് അവൻ യെരുശലേം വിട്ടുപോയി. അവൻ കിദ്രോൻ തോട് അക്കരെ കടന്നു. തനിക്ക് യാതൊരു സഹായവുമില്ല എന്ന് തോന്നുമാറ് ദാവീദ് ഓടുന്നു. ഇത്രയും ആമുഖമായി ചിന്തിച്ച ശേഷം 3-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 1-ാം വാക്യം, യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. യെരുശലേം വിട്ടുപോകുന്നതായ സമയം ദാവീദ് തൻ്റെ ഹൃദയം ദൈവത്തോട് തുറന്നു. തൻ്റെ ഭാരം അവൻ തുറന്നു പറയുകയാണ്. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു എന്ന് നാം 2-ാം വാക്യത്തിൽ വായിക്കുന്നു. ദൈവത്തിങ്കൽ നിന്ന് ദാവീദിന് സഹായം ലഭിക്കുകയില്ല എന്ന് പലരും പറഞ്ഞു. ദൈവം അവനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന്. എന്നാൽ ദൈവം അവനെ തള്ളിക്കളഞ്ഞിരുന്നില്ല. പ്രിയ സുഹൃത്തെ, ദാവീദിനോട് ഇപ്രകാരം കരുണയോട് പ്രവർത്തിച്ച ദൈവം നമ്മിൽ ഓരോരുത്തരോടും കരുണയുള്ളവനായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ളൊരു ദൈവം നമുക്കുള്ളതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമില്ലേ? ദാവീദിൻ്റെ പാപത്തെ ക്ഷമിച്ചവനായ ദൈവം അനുതാപത്തോടെ തൻ്റെ സന്നിധിയിൽ കടന്നു വരുന്ന ഏതൊരു വ്യക്തിയുടെയും എത്ര വലിയ പാപവും
ക്ഷമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ദാവീദിന് തൻ്റെ പാപത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നില്ല എന്ന് ഇതിനർത്ഥമില്ല. അവൻ പിഴ നൽകി. പാവപ്പെട്ട ഹൃദയം തകർന്ന പിതാവ് ശത്രുക്കളുടെ ബാഹുല്യം കണ്ട് വിലപിക്കുന്നു. സാമാന്യ ജനം മാത്രമല്ല, അവൻ്റെ ഉപദേശകരും സൈന്യാധിപന്മാരും എല്ലാം അവനെതിരായി. ദാവീദ് രഹസ്യമായി ചെയ്ത പാപത്തിന് ദൈവം എങ്ങനെ പരസ്യമായി പ്രതികാരം ചെയ്യുന്നുവെന്ന് നോക്കുക. ദാവീദിന് താങ്ങാവുന്നതിലേറെയായിരുന്നു ഇത്തരുണത്തിൽ അവൻ്റെ ഹൃദയവ്യഥ. നമ്മുടെ കർത്താവും ഇതുപോലൊരു രംഗം തരണം ചെയ്യേണ്ടി വന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് താൻ നിലവിളിച്ചു. ദൈവത്താൽ കൈവിടപ്പെടുക എന്നത് മനുഷ്യരാൽ നിന്ദിക്കപ്പെടുന്നതിനേക്കാൾ ഭീകരമാണ്. ഏറ്റവും കൈപ്പേറിയ പരിശോധനകൾ നമുക്ക് വേണ്ടി സഹിച്ചവനെ സ്നേഹിക്കാൻ നാം എത്ര കടംപെട്ടവരാണ്. എല്ലാം നമുക്കെതിരായി പോകുമ്പോഴും ദൈവം നമുക്ക് അനുകൂലമായും നമ്മുടെ സഹായകനായും ഉണ്ടായിരിക്കും. സാഹചര്യങ്ങൾ നമുക്കെതിരായി തീർന്നെന്നാൽ ദൈവത്തെ കുറ്റപ്പെടുത്തരുത്, അവനെ അന്വേഷിക്കുക. അവിടുന്ന് സഹായിപ്പാൻ മതിയായവനാണ്. ദാവീദ് തന്നെ തൻ്റെ അനുഭവം പറയുന്നത് ശ്രദ്ധിച്ചാലും 3-4 വാക്യങ്ങൾ. നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു. നീ എനിക്ക് ചുറ്റും പരിചയം. ദാവീദ് ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസം ഏറ്റുപറയുകയാണ്. നീ എനിക്ക് മുകളിലും താഴെയും ചുറ്റും പരിചയമാണ് ദൈവമേ. പരിചയ സംരക്ഷണത്തെ കാണിക്കുന്നില്ലേ? തൻ്റെ ജനത്തിന് ദൈവം എത്ര മഹത്തായ പരിചയമാണ്. കർത്താവ് എനിക്ക് ചുറ്റുമുള്ളതിനാൽ ആർക്കും എന്നെ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. കർത്താവ് പരിചയ മാത്രമല്ല, എൻ്റെ മഹത്വവുമാകുന്നു. താൻ നിന്ദിതനായി തൻ്റെ സ്വന്തം പട്ടണത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടുവെങ്കിലും ഒരു ദിവസം വിജയശ്രീലാളിതനായി മടങ്ങി വരുമെന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നു. അതെ, ഏതൊരു പ്രതിസന്ധികളിൽ നിന്നും നമ്മെ വിജയത്തോടെ വെളിയിൽ കൊണ്ടുവരുന്ന കർത്താവ്. അതുമാത്രമല്ല, അവൻ എൻ്റെ തല ഉയർത്തുന്നവനാണ്. ഇന്ന് താൻ ദുഃഖത്താൽ തല താഴ്ത്തിയാണെങ്കിലും സന്തോഷത്താലും നന്ദിയാലും എത്രയും വേഗം തൻ്റെ തല ഒരു ദിവസം ഉയരും. ദൈവമാണ് നമ്മുടെ തല ഉയർത്തുന്നവൻ. പ്രശ്നങ്ങൾ നേരിടുമ്പോൾ, കഷ്ടങ്ങളിലൂടെ നാം പോകേണ്ടി വരുമ്പോൾ, വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കേണ്ടി വരുമ്പോൾ, നിരാശയിലൊക്കെ വിട്ടുകളയുവാൻ തോന്നും. ദൈവത്തിൽ അല്ലാതെ മറ്റു പ്രതീക്ഷകളൊന്നുമില്ലാതെ ദാവീദ് ജീവനു വേണ്ടി ഓടുകയാണ്. ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ നിരാശകൾ വരുമ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട് എന്ന് നാം മറക്കരുത്. അതെ, നമ്മുടെ പരിചയവും മഹത്വവും നമ്മെ ഉയർത്തുന്നവനുമായ നമ്മുടെ കർത്താവ്. 2-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ സേല എന്ന ആ വാക്ക് നാം കാണുന്നു. സങ്കീർത്തനങ്ങളിൽ സേല എന്ന വാക്ക് 71 പ്രാവശ്യം കാണുന്നുണ്ട്. ഈ സങ്കീർത്തനങ്ങളെല്ലാം ഗായക സംഘം സംഗീതോപകരണങ്ങളുടെ സഹായത്തോടുകൂടി പാടിയിരുന്നവയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ സങ്കീർത്തനങ്ങൾ ആലപിക്കുന്നത് കേൾക്കുവാൻ ആളുകൾ വന്ന് കൂടിയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുന്ന ഒരു ഇടവേളയാണ് സേല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സാധാരണക്കാരനായ ഒരു മനുഷ്യന്, അതായത് സംഗീത പാഠവും ഇല്ലാത്ത വ്യക്തിക്ക് ഇതിൻ്റെ അർത്ഥം നിർത്തുക, നോക്കുക, ശ്രദ്ധിക്കുക എന്നത്രേ. റെയിൽവേ ക്രോസുകളിൽ ഇതുപോലെയുള്ള അടയാളം നാം കാണാറുണ്ടല്ലോ. ഈ സങ്കീർത്തനങ്ങളിൽ നാം വരുമ്പോൾ നിർത്തുകയും നോക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. സേല അതിന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവവചനത്തിലേക്ക് വരുമ്പോൾ അതാണ് നാം ചെയ്യേണ്ടത്. സേല ഒരുപക്ഷെ ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ ചരണം അവസാനിക്കുന്നതിൻ്റെ അടയാളമായിരിക്കാം. 5-6 വാക്യങ്ങളിൽ നാം കാണുന്നു, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. ഈ സങ്കീർത്തനത്തെ ഒരു പ്രഭാത സങ്കീർത്തനം എന്നും പറയാറുണ്ട്. ദിവസം ആരംഭിക്കുമ്പോൾ നല്ല ഒരു സങ്കീർത്തനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടെ ഇതാ. തനിക്കുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ ദാവീദ് ദൈവത്തിന് ആശ്രയം വെക്കുന്നു. ദാവീദിന് രാത്രിയിൽ ഉറങ്ങുവാൻ കഴിഞ്ഞു. ഉറക്ക ഗുളിക വേണ്ടായിരുന്നെന്ന് ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ തലയിണ വെച്ചുറങ്ങുകയും ചെയ്തു. യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. തൻ്റെ മകൻ തനിക്കെതിരായി തിരിഞ്ഞ് സൈന്യവുമായി തന്നെ കൊല്ലുവാൻ വന്നപ്പോൾ ദാവീദിന് ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടാകാമായിരുന്നു. എന്നാൽ അവൻ സമാധാനമായി കിടന്നുറങ്ങി. അതെ, എതിർപ്പിൻ്റെ മധ്യത്തിലും അവൻ ഉറങ്ങിയെന്ന്. എന്താണ് ഇതിന് കാരണം? ദാവീദ് ദൈവത്തോട് നിലവിളിച്ചു. യഹോവ അവൻ്റെ നിലവിളി കേട്ടു. ദൈവം എൻ്റെ നിലവിളി കേട്ടു എന്നുള്ള ഉറപ്പാണ് സമാധാനം കൊണ്ടുതരുന്നത്.
ദൈവം എൻ്റെ എല്ലാ സാഹചര്യത്തിൻ്റെയും പൂർണ്ണ നിയന്ത്രണം ഉള്ളവനാകുന്നു എന്ന പൂർണ്ണ ഉറപ്പ് നമുക്കുണ്ട് എങ്കിൽ നല്ലതുപോലെ ഉറങ്ങുവാൻ എളുപ്പമാണ് കേട്ടോ. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. തനിക്കെതിരായി 10,000 പേർ പാളയമിറങ്ങിയാലും താൻ ഭയപ്പെടുകയില്ലെന്ന് തുടർന്ന് ദാവീദ് പറയുന്നു. ലോകം മുഴുവൻ തനിക്കെതിരായിരുന്നാലും താൻ ഭയപ്പെടുകയില്ലെന്ന് ദാവീദ് പറയുന്നു. ഏറ്റവും ധീരനായിരുന്ന ക്രോംവെല്ലിനോട് അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിൻ്റെ രഹസ്യം എന്താകുന്നു എന്ന് ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: ദൈവത്തെ ഞാൻ ഭയപ്പെടുന്നത് കൊണ്ട് യാതൊരു മനുഷ്യനെയും എനിക്ക് പേടിപ്പാനില്ല. മാർട്ടിൻ ലൂതറിന് ഇതേ നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ദൈവത്തെ ശരിയായ ഭയം ഉണ്ടായിരുന്നുവെങ്കിൽ മനുഷ്യരെയുള്ള പേടി വളരെയധികം കുറയുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മെ ശക്തന്മാരാക്കുന്നത് ദൈവഭയമാണ്. നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നെങ്കിൽ മനുഷ്യരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദാവീദ് ദൈവത്തിൽ ആശ്രയം വെച്ചു എന്ന് നാം കാണുന്നു. 7-ാം വാക്യത്തിൽ നാം കാണുന്നത്: യഹോവയെ എഴുന്നേൽക്കണമേ, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. നീ എൻ്റെ ശത്രുക്കളെയൊക്കെയും ചെകിട്ടത്തടിച്ചു, നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്തു കളഞ്ഞു. ചെകിട്ടത്തടി കൊള്ളുന്നത് വളരെ വേദന ഉളവാക്കുന്ന കാര്യമാണല്ലേ? അത് ഒരു വ്യക്തിയെ ആകെപ്പാടെ തകർത്ത് കളയും. ദാവീദ് വാസ്തവത്തിൽ ഇത് അനുഭവിച്ചു കാണും. തൻ്റെ ശത്രുക്കൾക്ക് ചെകിട്ടത്തടി കൊണ്ടിരിക്കുന്നു എന്ന് ദാവീദ് പറയുന്നു. ദൈവം അഭക്തരുടെ പല്ല് തകർത്ത് കളയും. അവർക്ക് ഇനിയും ദാവീദിനെ കടിച്ചു കീറുവാൻ കഴിയുകയില്ല. 8-ാം വാക്യത്തിൽ നാം കാണുന്നത്: രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. രക്ഷയുടെ നായകൻ, ഉറവിടം അത് ദൈവമാണ്. തങ്ങളുടെ പോക്കറ്റിലിട്ട് നഷ്ടപ്പെടാവുന്ന ഒരു നാണയത്തെപ്പോലെ ദാവീദ് ഒരിക്കലും രക്ഷയെ കണ്ടിരുന്നില്ല. പ്രയത്നിച്ച് സമ്പാദിക്കാവുന്ന ഒന്നാണ് രക്ഷയെന്നും ദാവീദ് ഒരിക്കലും കരുതിയില്ല. രക്ഷ ദൈവത്തിൻ്റെ ദാനമാകുന്നു. രക്ഷ യഹോവയ്ക്കുള്ളതാകും. നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ എന്ന് പറയുന്നു. തുടർന്ന് സേല എന്ന വാക്ക് വീണ്ടും നാം കാണുന്നു. ഇവിടെ വീണ്ടും നിർത്തുകയും പാടുവാൻ ആരംഭിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആ സ്ഥിതിയാകുന്നു നാം കാണുന്നത്. ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവത്തിലൂടെ പോകേണ്ടി വന്നപ്പോഴും ഭക്തനായ ദാവീദ് എത്രമാത്രം ഉറപ്പും ധൈര്യവും ഉള്ളവനായിരുന്നു എന്ന് ഈ സങ്കീർത്തനത്തിൽ നാം കണ്ടു. എന്നാൽ 4-ാം സങ്കീർത്തനം ഒരു സന്ധ്യാകീർത്തനമാണ്. മനുഷ്യപുത്രൻ്റെയും തൻ്റെ നാമത്തിൽ യാചിക്കുന്നവരുടെയും യാചനയാണ് ഈ പ്രാർത്ഥന. ഇതിൻ്റെ 1 മുതൽ 3 വരെ ഒരു നിലവിളിയും 4-5 വാക്യങ്ങളിൽ തെറ്റുതിരുത്തലും 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ഉറപ്പുമാകുന്നു നാം കാണുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ ശീർഷകം ഒന്ന് ശ്രദ്ധിച്ചാലും സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്ന് നാം കാണുന്നു. തന്ത്രിനാദം കമ്പികളുള്ള ഒരു സംഗീത ഉപകരണമായിരിക്കാമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ഉപകരണം കൊണ്ട് പാടിയ ഒരു പാട്ടായിരിക്കണം ഈ സങ്കീർത്തനം. ഒരു വലിയ നിലവിളിയോടുകൂടിയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ദൈവജനത്തിന് പ്രയാസങ്ങളുടെ സമയത്ത് അഭയമായിരിക്കുന്നത് എല്ലായ്പ്പോഴും പ്രാർത്ഥനയാണ്. നാം കണ്ടതുപോലെ ദൈവമാണ് അവരുടെ പരിച. 4-ാം വാക്യം: എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളേണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഞെരുക്കം എന്നത് ജീവിത ഭാരമാണ് സൂചിപ്പിക്കുന്നത്. സംഘർഷം. ജീവിതഭാരങ്ങൾ വലിയതാണ്. ഇന്ന് അത് എന്നത്തേക്കാൾ അധികമായി തീർന്നിരിക്കുന്നതിനാൽ ദൈവവചനത്തിൽ കാണുന്ന ആശ്വാസവും പ്രോത്സാഹനവും നമുക്ക് കൂടുതൽ ആവശ്യമാണ്. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു എന്ന് 145-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. വീണ്ടും 50-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. യെശയ്യാപ്രവചനം 65-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ ദൈവം പറയുന്നത്: അവർ
വിളിക്കുന്നതിനു മുമ്പേ ഞാൻ ഉത്തരമരുളും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ഇനിയും 18-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. 55-ാം സങ്കീർത്തനത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കുമെന്നാണ്. 86-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം കാണുന്നു, നീ എനിക്ക് ഉത്തരമരുളുകയാൽ എൻ്റെ കഷ്ടദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. അതെ, 91-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാം വാക്യം നമുക്കറിയാമല്ലോ, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ചു മഹത്വപ്പെടുത്തും. വേദപുസ്തകം ഈ മനോഹരമായ വാഗ്ദത്തങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവം തന്നോടുകൂടെ ഇരിക്കണമെന്ന് ദാവീദ് നിലവിളിക്കുകയാണ്. 4-ാം സങ്കീർത്തനത്തിൽ നാം അതാണ് കാണുന്നത്. 2ഉം 3ഉം വാക്യങ്ങൾ നോക്കിക്കുക. 4-ാം സങ്കീർത്തനത്തിൻ്റെ 2ഉം 3ഉം. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്നയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. ദൈവം എത്ര അത്ഭുതവാനായൊരു ദൈവമാണ്. അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. തുടർന്ന് 2 വാക്യങ്ങൾ തെറ്റ് തിരുത്തലിൻ്റെ വാക്യങ്ങളാണ്. ഇത് ഒരു വിധത്തിലുള്ള മുന്നറിയിപ്പും കൂടിയായിരുന്നു. 4-ാം വാക്യം, നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പീൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പീൻ. ഇന്ന് പാപത്തെക്കുറിച്ച് ഇത്രമാത്രം ഭയമോ നടുക്കമോ നാം കാണുന്നില്ല. വളരെയധികം ലാഘവ ബുദ്ധിയോടെയാണ് പാപത്തെ ഇന്ന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5-ാം വാക്യം, നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയം വെപ്പീൻ. ഈ ചിന്ത പ്രകടിപ്പിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലെ വിശ്വാസികൾക്ക് എഴുതി, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. തുടർന്ന് ദാവീദിൻ്റെ വിശ്വാസവും ഉറപ്പും ശ്രദ്ധിക്കുക. 6-ാം വാക്യം, നമുക്കാർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു, യഹോവേ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ഒന്നും ശരിയല്ല, ആരും സഹായമോ നന്മയോ കാണിക്കയില്ല എന്നാണ് പലരും പറയുന്നത്. യഹോവ തൻ്റെ മുഖപ്രകാശം നമ്മുടെ മേൽ ഉദിപ്പിക്കേണ്ടത് എത്രമാത്രം നമുക്ക് ആവശ്യമാകുന്നു എന്നോർക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമ്മുടെ മധ്യത്തിൽ നമ്മെ സഹായിക്കുന്ന ദൈവത്തെക്കുറിച്ചാണല്ലോ നാം ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദാവീദിൻ്റെ അനുഭവം പലപ്പോഴും നിങ്ങളും അനുഭവമാക്കിയിട്ടുണ്ട്, ഇല്ലേ? ചുറ്റും എതിർപ്പുകളും ശത്രുതയും വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ഒരവസ്ഥ. ദൈവം പോലും കൈവിട്ടു എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ കടന്നുകൂടിയിട്ടില്ലേ? എന്നാൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ദാവീദ് ചെയ്തതെന്താണെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. അവൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു. യഹോവ എൻ്റെ പരിചയാകും, അവൻ എൻ്റെ പരിപാലകനാകും, അവൻ എന്നെ സംരക്ഷിക്കുന്നവനാകുന്നു എന്ന് ദാവീദ് പറഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവം ഇന്ന് നിന്റെ പരിചയായി നീ കാണുന്നുണ്ടോ? പ്രശ്നങ്ങളുടെ മധ്യത്തിൽ താങ്കളെ വിടുവിക്കുവാൻ, താങ്കളെ സഹായിക്കുവാൻ മതിയായവനായി താങ്കൾ അവനിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ടോ? ദൈവ സാന്നിധ്യത്തിലാണോ താങ്കൾ ഇന്ന് ജീവിതം നയിക്കുന്നത്? എങ്കിൽ മാത്രമേ യഹോവ എൻ്റെ മഹത്വമാകുന്നു എന്ന് താങ്കൾക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. താങ്കളുടെ താണ അവസ്ഥയിൽ നിന്ന് താങ്കളെ ഉയർത്തുവാൻ അവൻ മതിയായവനാകുന്നു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവം എൻ്റെ തല ഉയർത്തുന്നവനാകുന്നു എന്ന് താങ്കൾക്ക് പറയുവാൻ കഴിയുമോ? താങ്കൾ നിലവിളിക്കുമ്പോൾ താങ്കളുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകിത്തരികയും ചെയ്യുന്ന ദൈവമായി താങ്കൾ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. എല്ലായ്പ്പോഴും അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു. ചിലപ്പോൾ നാം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഉത്തരമായിരിക്കില്ല നമുക്ക് ലഭിക്കുന്നത് എന്ന് മാത്രം. ദൈവം നമ്മുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. ചിലപ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ ആവശ്യം ഉടൻ സാധിപ്പിച്ചു തരുന്നു. ചിലപ്പോൾ അവൻ, മകനെ നിനക്ക് ഇതിനാവശ്യമില്ല എന്ന ഉത്തരം നൽകും. എന്നാൽ അപ്പോഴും ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നു എന്ന് മറക്കരുത്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ശാരീരിക ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. 7-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ നാം അവിടെ കാണുന്നത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ദാവീദ് നമ്മിൽ പലരെയും പോലെ തന്നെയായിരുന്നു. പ്രയാസം വന്നപ്പോൾ അവൻ നിരാശനായി തീർന്നു. അവൻ്റെ ചുറ്റും അവിശ്വാസികളായ അവൻ്റെ തന്നെ ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്.
ദൈവം ദാവീദിന് യാതൊരു സഹായവും ചെയ്യുവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവർ അവനെ കളിയാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ദൈവം അവനു വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു എന്നതാണ് വാസ്തവം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഇതത്രേ ദാവീദ് പറയുന്നത്. ദൈവം തനിക്ക് നല്ലവനാണെന്ന് ദാവീദ് മനസ്സിലാക്കി. പ്രിയ സുഹൃത്തെ, ദൈവം നമുക്ക് നല്ലവനാണ്. എന്നെന്നും അവൻ നല്ലവനാണ്. എങ്ങനെയാണ് ഈ സന്ധ്യാകീർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. 8-ാം വാക്യം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. താങ്കൾക്ക് രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങുവാൻ കഴിയുന്നുണ്ടോ? അതോ താങ്കൾക്ക് ഉറക്ക ഗുളികയുടെ ആവശ്യമുണ്ടോ? താങ്കൾ എപ്പോഴെങ്കിലും 4-ാം സങ്കീർത്തനം പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ? താങ്കൾ ഇത് ഒന്നുപയോഗിച്ച് നോക്കൂ. ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കുവാൻ കഴിയുന്ന ഒരു സങ്കീർത്തനമാകുന്നു 4-ാം സങ്കീർത്തനം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവയെ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സങ്കീർത്തനക്കാരൻ്റെ ആ അനുഭവം നിങ്ങൾക്കും എനിക്കും ലഭ്യമാണ്. ഇന്നത്തെ പഠനത്തിലൂടെ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ നയിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ, നിർഭയം വസിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.